കേരളത്തിൽ വീണ്ടും താമര വിരിയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിന് പിന്നാലെ വീണ്ടും താമര ഉണ്ടാകുമോ? ബലാക്കോട്ടടക്കം നിലവിലെ സാഹചര്യങ്ങൾ കേന്ദ്രത്തിലെ ബിജെപിക്ക് അനുകൂലം എന്നതുപോലെ കേരളത്തിലും ശബരിമല വിഷയത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം ഇത്തവണ കേരളത്തിൽ പിടിമുറുക്കുമോ? തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ മികച്ച പോരാട്ടം, ക്ലാസ് പോരാട്ടം കാഴ്ചവെക്കാനാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും കേരളത്തിൽ താമര വീണ്ടും വിരിയുമെന്ന സർവേ ഫലങ്ങൾ പറഞ്ഞതോടെ ക്യാമ്പുകൾ ആവേശത്തിലാണ്. ജനുവരിയിലായിരുന്നു തിരഞ്ഞെടുപ്പെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഇത്രയും ഒരു സീറ്റിന്റെ ഒരു സാധ്യതകളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള പ്രവചനങ്ങൾ വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കൂടുതൽ സാധ്യതകൾ ബിജെപിക്ക് മുന്നിൽ തുറക്കുകയാണ്. ഒന്ന് കേന്ദ്രത്തിലെ ബിജെപിയുടെ നിലപാടുകൾ, മറ്റൊന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ശബരിമല വിഷയത്തിലടക്കം കണ്ട ഒരു വികാരം, അതൊക്കെ ബിജെപിക്ക് ഗുണകരമാകും. മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ബിജെപി പലയിടങ്ങളിലും രണ്ടാമതെത്തിയിരുന്നു. പഞ്ചായത്ത്, നഗരസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ബിജെപിക്ക് പലയിടത്തും മേൽക്കൈ നേടാനാകിയിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനോടൊപ്പം ഏറ്റുമുട്ടിയ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. ആ ഒരു മുൻതൂക്കം ഇത്തവണ കുറച്ചുകൂടി കൂടാനുള്ള സാധ്യത ബിജെപി കണക്കുകൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തവണ കുമ്മനം രാജശേഖരനാണ് സ്ഥാനാർത്ഥി. കുമ്മനത്തിന്റെ ഒരു പ്രതിച്ഛായ, ബിജെപിക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ശക്തമായ വേരോട്ടം, ഇതൊക്കെ ഹാട്രിക് അടിക്കാൻ നിൽക്കുന്ന ശശി തരൂരിന് മുന്നിൽ വിലപ്പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ കരുതുന്നത്. പ്രത്യേകിച്ചും മൂന്നാം ഘട്ടത്തിലും ശശി തരൂർ ആയിരിക്കും കോൺഗ്രസിന്റെ മുഖമെന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ ബിജെപി തിരക്കിട്ട കൂടിയാലോചനകൾ തുടങ്ങിയിരുന്നു. താഴെത്തട്ടിലുള്ള അണികളുടെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനെ രാജിവെച്ച് മടങ്ങി വരാൻ ഉടൻ വിളിച്ചതും ആ വിളിയുടെ അനുസരിച്ച് കുമ്മനം രാജശേഖരൻ തിരിച്ചെത്തി പ്രചാരണത്തിൽ സജീവമായതും. ഏതായാലും ആശയക്കുഴപ്പങ്ങൾ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ ബിജെപിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊക്കെ ഒരു വ്യക്തത ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ ആറ്റിങ്ങൽ കൊടുത്ത് സുരേന്ദ്രനെ ഒതുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്ന് ഇപ്പോൾ ബിജെപി കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയെ വെട്ടി ഇപ്പോൾ K സുരേന്ദ്രനെ, ശബരിമല സമരനായകന് തന്നെ ബിജെപി പത്തനംതിട്ടയിൽ പോരാട്ടത്തിനിറക്കുന്നത്. മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും നിലപാടുകൾ അയ്യപ്പ വിശ്വാസി സംഗമത്തിൽ, അയ്യപ്പ ജ്യോതിയിലുമൊക്കെ പ്രകടമായതാണ്. ആ നിലപാടുകളൊക്കെ ഇത്തവണയും വോട്ടായി മാറും. SNDPയുടെ വോട്ടുകൾ, പ്രത്യേകിച്ചും തൃശൂരും ബിജെപിക്ക് വലിയൊരു മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ തുഷാറിനെ തന്നെ കളത്തിലിറക്കുമ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരും. സാമുദായികമായുള്ള വോട്ട് ബാങ്ക്, അതൊരു വലിയ ലക്ഷ്യം തന്നെയാണ് ബിജെപിക്ക് മുന്നിലുള്ളത്. എന്ത് വില കൊടുത്തും തുഷാർ വെള്ളാപ്പള്ളിയെ വിജയിപ്പിക്കുക എന്നൊരു തന്ത്രം വെള്ളാപ്പള്ളി നടേശനും കൂടി ഇറക്കിയാൽ അത് ബിജെപിക്ക് ഒരു കച്ചിത്തുരുമ്പായി മാറുമെന്ന് ബിജെപി കരുതുന്നുണ്ട്. അതോടൊപ്പം പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പന്തളം രാജകൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മയിൽ തുടങ്ങിക്കേട്ട പേരുകളാണ് KP ശശികല ടീച്ചറിലൂടെ കടന്ന്, സുരേന്ദ്രനിലൂടെ കടന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ തന്നെ എത്തി നിൽക്കുമ്പോൾ അൽഫോൺസ് കണ്ണന്താനവും MD രമേശും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ളവർ അവിടെ നിന്നും മാറി കളം മാറ്റി ചവിട്ടാൻ ആഗ്രഹിക്കുമ്പോൾ സുരേന്ദ്രൻ അവിടെ തന്നെയാണ് ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫലം കാണുന്നത്. അത് തന്നെയായിരിക്കും ബിജെപി വോട്ടായി മാറ്റുക. ആ വോട്ട് തന്നെയായിരിക്കും ബിജെപി അക്കൗണ്ടായി ലോക്സഭയിലേക്ക് കയറി പോകുന്നത്. ഏതായാലും ബിജെപിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്ന 3 സ്ഥലങ്ങൾ, തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട, ഇവിടെ 3 സ്ഥലങ്ങളിലും ബിജെപി കണക്ക് കൂട്ടുന്നത് സത്യമാകും എന്ന് തന്നെയാണ് ബിജെപിയുടെ അണികൾ കരുതുന്നത്. ഏതായാലും ചരടുവലികൾ ശക്തമാണ്. സാമുദായികമായ സമവാക്യങ്ങൾ ഇപ്പോൾ അനുകൂലമാണ്. NSSന്റെ ഒരു നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ശശി തരൂരിനെ 2 കൈയും അയച്ച് സഹായിച്ച NSS ഇത്തവണ ആ കൈ ആർക്ക് കൊടുക്കും? കുമ്മനത്തിന് കൊടുക്കുമോ? ആ സമുദായ വോട്ട് ആർക്കായിരിക്കും ലഭിക്കുക? അതും വളരെ നിർണായകമാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ NSSും സുകുമാരൻ നായരും എടുത്ത ശക്തമായ നിലപാടുകൾ, അതൊക്കെ ബിജെപിക്ക് ഗുണമാകും എന്ന് തന്നെയാണ് ബിജെപി നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത്.